ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ മാഹിക്കാരുടെ ഫേവറേറ്റ് 4 മണി പലഹാരമായിട്ടുള്ള ചിക്കൻ പോളയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 300 ഗ്രാം ചിക്കനാണ്. പരമാവധി നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് തന്നെ എടുക്കാൻ നോക്കുക. എല്ല് ഒഴിവാക്കുന്നതായിരിക്കും അത്രയും നല്ലത്. 1 കപ്പ് മൈദ, 5 മുട്ട, ഉള്ളി വലുതാണെങ്കിൽ 1 എടുക്കുക, ചെറുതാണെങ്കിൽ 2 എടുക്കുക, 4 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും, ആവശ്യത്തിന് കല്ലുപ്പും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി എടുത്തു വെക്കണം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നല്ല പോലെ ചേർത്ത് പിടിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് കുടഞ്ഞ് 2 വിസിൽ വരുന്നത് വരേക്കും വെയിറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിനായിട്ട് എല്ലാവരുടെ വീട്ടിലും മറ്റേ ഈ കല്ലുണ്ടാവുമല്ലോ ചതക്കുന്ന, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് മാറ്റി വെക്കുക. ചിക്കൻ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ചെറുതാക്കി ഒന്ന് മുറിച്ച് വെക്കാം. ചില ആളുകൾ ഇതിന് വേണ്ടിയിട്ട് തക്കാളി ഉപയോഗിക്കാറുണ്ട്. തക്കാളി വേണമെന്നുള്ളവർക്ക് തക്കാളി ഉപയോഗിക്കാം. ഞാനിവിടെ തക്കാളി എടുക്കുന്നില്ല. ഞാൻ പരമാവധി സാധനങ്ങൾ കുറച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് 5 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കട്ട വരാത്ത രീതിയിൽ നല്ല പോലെ കലക്കിയെടുക്കാം. മുട്ട കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു ചിക്കൻ പോളയുടെ ബേസ് തയ്യാറാക്കാൻ പറ്റില്ല. അത് കുറച്ചും കൂടി കട്ടിയായി കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദ ഉപയോഗിക്കുന്നത്. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് നമുക്ക് ഈ മൈദ കലക്കിയത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. കട്ടയില്ലാതെ തന്നെ അത് ഇതാക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കുറച്ചായിട്ട് മൈദ ഒഴിച്ചു കൊടുത്ത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ചിക്കൻ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ചിക്കനെ നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ച് വെക്കണം. കത്തി കൊണ്ടൊന്നും മുറിക്കണ്ട, കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പിച്ചി ഇട്ടാൽ മതി. ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാറ്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റിന് നല്ലതെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഈ മൺചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. കാരണം നമ്മൾ വേവിച്ച് വെച്ച ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർക്കുക. ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ചെറുതാക്കി പിച്ചിയിട്ട ചിക്കനും കൂടി ചേർക്കാം. നമ്മളിപ്പം തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാലയുടെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടേൻ്റെ ആ ഒരു ബാറ്ററിലോട്ട് ചേർക്കാൻ പാടുള്ളൂ. ചൂടോടെ ചേർത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ട ചിലപ്പം കുറച്ച് വെന്ത പോലെ ആയിപ്പോവും. ഫൈനലി ചിക്കൻ പോളയുടെ കംപ്ലീറ്റ് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബാറ്റർ തയ്യാറാക്കാൻ പാടുള്ളൂ.
ഇനി കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. സ്റ്റൗ ഒന്ന് കത്തിച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ആക്കുക. അതിലേക്ക് മൊത്തത്തിൽ നമ്മൾ നെയ്യൊന്ന് ഈ പാനിൻ്റെ ഉള്ളിലൊന്ന് തൂവി കൊടുക്കണം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ പരത്തി കൊടുക്കണം. നിങ്ങളുടെ പാനിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് ഈ ഒരു പോളയും കിട്ടുക. അവസാനം ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി നമ്മൾ വെതറി കൊടുക്കണം. പാൻ ഡയറക്റ്റ് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കരുത്. അതിന് പകരം ഒരു ദോശക്കല്ല് നല്ല പോലെ ചൂടായതിനു ശേഷം അതിൻ്റെ മുകളിൽ ഈ പാൻ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് സിമ്മിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. 20 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കി ഒരു ചെറിയ സ്റ്റിക്ക് കൊണ്ടൊന്ന് ഇതിലേക്ക് കുത്തി നോക്കുക. അതിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ല എങ്കിൽ നമുക്കത് നല്ല പോലെ വെന്തു എന്ന് മനസ്സിലാക്കാം. ഇതിപ്പം നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. മാഹിക്കാരുടെ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ പോള എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും സൈനിങ് ഓഫ്.